വളരെ വിഷമത്തോടുകൂടി ചെയ്യുന്നൊരു വീഡിയോ ആണിത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ സുരക്ഷയ്ക്കും രോഗപ്രതിരോധ ശേഷിക്കും വേണ്ടി എടുക്കുന്നതാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായ ഗുണവും ദോഷവും ഉണ്ട്. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ദോഷം വരുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യത്തില്ല. നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രകാരം ഇന്ത്യയിലുള്ള കുഞ്ഞുങ്ങൾക്ക് നോർമൽ വാക്സിനേഷൻ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അവർക്ക് സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഇമ്മ്യൂണിറ്റി പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചില വാക്സിനേഷൻസ് എടുക്കുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള തടുപ്പും ബുദ്ധിമുട്ടുകളൊക്കെ വരും. പക്ഷേ ഇതൊന്നും കുഞ്ഞിന് ദ്രോഹം ചെയ്യുന്ന കാര്യങ്ങളല്ല. നോർമലായിട്ടുള്ള BCG പോലും എടുക്കാത്ത കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരികയാണ്. ഒരു കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഒരാൾക്ക് പോലും വാക്സിനേഷൻ എടുത്തിട്ടില്ല. ഒരു നോർമൽ ന്യൂബോൺ ബേബി വന്നു, ഒരു BCG എടുക്കാൻ ഞാൻ അവരുടെ കാലെ പിടിച്ചിട്ട് പോലും അവർ എടുക്കാൻ വില്ലിങ് ആവുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, അദ്ദേഹത്തിൻ്റെ വാശിക്ക് വേണ്ടിയിട്ട് ആ കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് അവർ ഇല്ലാതാക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ ചില ജില്ലകൾ വാക്സിനേഷൻ ഇല്ലാത്തതിനെ തുടർന്ന് ചില പകർച്ചവ്യാധികൾ വന്നതും കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ടിയതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതുമാണ്. ഈ കുഞ്ഞുങ്ങൾ തന്നെ ഭാവിയിൽ അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം കിട്ടി, നല്ലൊരു ജോലി കിട്ടി, പുറം രാജ്യത്തൊക്കെ പോകേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അവർക്ക് വിസ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യേണ്ടതല്ലേ? അതുപോലെ തന്നെ നമുക്കറിയാം, കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും TB ഉണ്ട്. ബേസിക് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അനുസരിച്ചിട്ടുള്ള വാക്സിനേഷൻസ് എടുക്കാനായിട്ട് എല്ലാവരും തയ്യാറാവണം. ഒരിക്കലും ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ആരും ഒരു കുഞ്ഞിന് ദ്രോഹം വരുന്ന ഒരു കാര്യം ഒരാളും ചെയ്യില്ല. നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അനുസരിച്ചുള്ള വാക്സിനേഷൻ പ്ലീസ് ഫോളോ.